ഇനി ഇതുപോലെ എന്തെങ്കിലും നെറികെട്ട പ്രവൃത്തി ഞങ്ങൾക്കെതിരെ നിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ പാർവതി, പ്രഭാവതിയുടെ തനി സ്വരൂപം നീ കാണും. പിന്നെ നിന്നെ ഞാൻ ഈ കുടുംബത്തിൽ വെച്ച് വാഴിക്കില്ല. ഓർത്തോ നീ. വാടാ. എന്നെ ഇങ്ങനെ അവർ ഭീഷണിപ്പെടുത്തണമെങ്കിൽ എന്തൊക്കെയോ ഇവർ ഭയപ്പെടുന്നുണ്ട്, എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണമല്ലോ. ജാസ്മിൻ, ഏട്ടാ, ഏട്ടൻ ഇവിടെ? എനിക്കിവിടെ പരമാനന്ദ സുഖമല്ലേ. ഇതിനകത്ത് കിടക്കുന്ന എന്നോട് സുഖവിവരം തിരക്കിയിട്ട് എന്ത് കാര്യം? AC-യുടെ കുടിരില് മെത്തയിൽ കിടന്നുറങ്ങിയിരുന്ന ഞാനാ ഇപ്പോ ഇവിടെ സിമന്റ് തറയിൽ കൊതുകടിയും കൊണ്ട് കിടക്കുന്നത്. ആഹാരം പോലും ഇവിടെ റേഷനാ. അതുപോലും ചിലപ്പോ കയ്യൂക്കുള്ളവന്മാര് തട്ടിപ്പറിച്ചോണ്ട് പോയെന്നിരിക്കും. ചുരുക്കി പറഞ്ഞ, ഇതിനകത്ത് കയറിയതിനു ശേഷം ശരിക്കൊന്നും ഉണ്ടിട്ടോ ഉറങ്ങിയിട്ടോ പോലുമില്ല. നരകമാണ് ഇവിടെ, നരകം. ആരും അറിയാതെ ഒന്ന് ഫോണിൽ സംസാരിക്കണമെങ്കിൽ പോലും വാടന്മാർക്ക് കൊടുക്കണം കാശ്. പക്ഷേ ഏട്ടന് ഒരു ക്ഷീണവും തോന്നുന്നില്ലല്ലോ, കുറച്ചുകൂടി തടിച്ച പോലുണ്ട്. ഒന്ന് പോടി. എന്റെ ശ്രദ്ധ ഇപ്പോ അതിലൊന്നുമല്ല ജാസ്മിൻ. ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പാർവതിയുടെ മരണ വാർത്ത എനിക്ക് കേൾക്കണം. ഞാൻ അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അവിടെ പാർവതിക്കും ഇപ്പോൾ ഇരട്ടി ശക്തിയാ. അവൾക്ക് വേണ്ട എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് വിശാൽ ഇപ്പോ സദാ അവളുടെ ഒപ്പം തന്നെയുണ്ട്. കമ്പനിയുടെ ചെയർപേഴ്സണും ആക്കി. അവനും അവളും അത്രയ്ക്കടുത്തോ? അവന് അവളോടുണ്ടായിരുന്ന താല്പര്യക്കുറവൊക്കെ മാറിയോ? ഇപ്പൊ രണ്ടുപേരും അടയും ചക്കരയും പോലെയാ. അവൾ എന്ത് മായം കാട്ടിയിട്ടാണെന്നൊന്നും അറിയില്ല. വിശാലിപ്പോ അവളുടെ മായികാ വലയത്തിൽ വീണ് കിടക്കുക. ഇനി അവരെ അത്ര പെട്ടെന്നൊന്നും വേർപിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിശാലിനെ കല്യാണം കഴിക്കണമെന്നുള്ള എന്റെ ആഗ്രഹം പാഴായി പോവെന്നാ എനിക്കിപ്പോ പേടി. ഇങ്ങനെ നിരാശപ്പെടാതിരിക്കുക ജാസ്മിൻ. നിന്റെ ആഗ്രഹം ഞാൻ നടത്തിത്തരും. ഇതിനകത്ത് കിടക്കുന്ന ചേട്ടന് എന്ത് ചെയ്യാൻ പറ്റും? ജാസ്മിൻ, പാർവതി എന്ന ശല്യത്തെ എന്നേക്കുമായി ഒഴിവാക്കിയ നിനക്ക് നീ ആഗ്രഹിച്ചതുപോലെ വിശാലിനൊപ്പമുള്ള ജീവിതം കിട്ടില്ലേ? പക്ഷേ എങ്ങനെ അത് സാധ്യമാകും? അത് പറയാം. അതിനു മുമ്പ് നീ അവിടത്തെ ബാക്കിയുള്ള വിശേഷങ്ങൾ കൂടി പറ. പ്രഭാവതിയെയും പ്രതാപനെയും അവിടെ നിന്ന് കെട്ടുകെട്ടിക്കാറായോ? അതിനുവേണ്ടി നിന്നെ പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങൾക്കൊക്കെ വല്ല പുരോഗതിയുണ്ടോ? പ്ലാൻ ചെയ്തതുപോലെ പ്രഭാവതിയും പ്രതാപനും തമ്മിൽ രഹസ്യമായിട്ട് നടത്തുന്ന സംസാരം ഒരു ദിവസം ഞാൻ എന്റെ മൊബൈലിൽ വീഡിയോ എടുത്തു. പക്ഷേ അവിടെയും എന്തോ കൺകെട്ട് നടന്നിരിക്കുന്നു. ഞാൻ റെക്കോർഡ് ചെയ്ത പ്രഭാവതിയുടെയും പ്രതാപന്റെയും വീഡിയോയെക്കുറിച്ചും പാർവതി എങ്ങനെയോ അറിഞ്ഞിരിക്കുന്നു. അതറിഞ്ഞ് ഞാൻ അന്തം വിട്ടുപോയി. പാർവതി അതെങ്ങനെ അറിഞ്ഞു? എനിക്കറിയില്ല. അവൾക്കെന്തോ മാന്ത്രിക വിദ്യകള് വശമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത വിവരം അവൾ അറിഞ്ഞെന്ന് മാത്രമല്ല, അവളത് വിശാലിനോടും ചെന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു. ഞാൻ പിടിക്കപ്പെടുമെന്നാ കരുതിയത്. എന്തോ ഭാഗ്യത്തിന് തല നാരിഴയ്ക്കാ ഞാൻ രക്ഷപ്പെട്ടത്. ഓഹോ, പാർവതി അപ്പോ ഞാൻ കരുതിയതിനേക്കാളും ഒരുപാട് വളർന്നു. ഇനി അവളെ വളരാൻ അനുവദിച്ചൂടാ. കൊല്ലണം, ഉടനെ അവളെ കൊല്ലണം. പക്ഷേ എങ്ങനെ? അവള് വലിയ ഭക്തയല്ലേ? ദൈവത്തെ വിളിച്ച് വിളിപ്പുറത്തെത്തിക്കാൻ കഴിയുന്നത്ര ഭക്തിയുള്ളവൾ. അവളുടെ ആ ഭക്തി അതുപയോഗിച്ച് തന്നെ അവളെ നമുക്ക് തീർക്കണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
എന്താ ചേട്ടന്റെ പ്ലാൻ? പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അവളെ തീർക്കാനുള്ള പ്ലാൻ എന്താന്ന് വെച്ചാ, ടൈം ഓവർ, സമയമായി വരും. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. ശരി. ഇനി ഞാൻ കേൾക്കുന്നത് അവൾ ചത്തു എന്നുള്ള വാർത്തയായിരിക്കണം. എന്തുപറ്റി? ഇനി ഗ്യാസ് എങ്ങാനും തീർന്നാണോ നോക്കാം. ഗ്യാസ് തീർന്നു. പാർവതി, പാർവതി! അയ്യോ, അച്ഛമ്മേ, ദാ വരുന്നു. പാർവതി, 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 ഒരു കോഫി. ഇവിടുന്ന് എവിടെ പോയി? എന്റെ ഉദയനൂരമ്മ, ഞാനിത് ഇപ്പൊ ഓർമ്മിക്കാൻ എന്താ കാരണം?
ഗ്യാസ് ലീക്കാണോ? വിശാൽ സർ, അയ്യോ ഇങ്ങത്താ. എന്താ പാർവതി, എന്തു പറ്റി? ഗ്യാസ് ലീക്കാ സർ. സാറിനത് മനസ്സിലായില്ലേ? ഗ്യാസ് ലീക്കാണോ? ജലദോഷം ആയതുകൊണ്ട് എനിക്ക് മണമൊന്നും അറിയാൻ പറ്റുന്നില്ല പാർവതി. ഇപ്പൊ ഇത് കത്തിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? ആ, എന്താവൻ, ഞാനിപ്പോഴേ മോളോ. വിശാൽ സർ, ഇങ്ങനൊന്നും പറയല്ലേ. നീ കാരണം? നീ കാരണം എന്ത് സംഭവിച്ചെന്ന്? അല്ല, ഞാൻ ഈ ഗ്യാസ് ശരിക്കും അടയ്ക്കാത്തതുകൊണ്ടാണല്ലോ ലീക്കായത്. അതറിയാതെ ഈ സ്റ്റൗ കത്തിക്കുമ്പോ സാറിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതിന് ഞാനല്ലേ കാരണക്കാരി? ഓക്കെ, അത് ബെസ്റ്റ്. പിന്നെ ഒന്നിനും ഒരു തിടുക്കവും കൂട്ടണ്ട. എല്ലാം സാവധാനം ശ്രദ്ധിച്ച് ക്ഷമയോടെ ചെയ്താൽ മതി. കേട്ടല്ലോ? എന്റെ ഉദയനൂരമ്മ, അവിടുന്ന് വിശാൽ സാറിനെ ആപത്തിൽ നിന്ന് രക്ഷിച്ചല്ലോ. നന്ദിയുണ്ട്, ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ആപത്തുകളിൽ നിന്നും എന്റെ വിശാൽ സാറിനെ കാക്കണേ. എന്റെ ദേവി. ഏട്ടൻ പറഞ്ഞത് നയപരമായിട്ട് വർക്കൗട്ടാക്കി എടുക്കണം. പക്ഷെ അവളെ വളച്ച് കൂടെ കൂട്ടി കൊണ്ടുപോവാന്ന് പറയുന്നത് ടാസ്ക് ആണ്. റെഡിയാക്കാം. ജാസ്മിൻ, നീ എപ്പോ വന്നു? നിന്റെ ഫ്രണ്ടിനെ കണ്ടോ? എന്തായിരുന്നു ഇത്ര വലിയ അത്യാവശ്യം? ബോയ് ഫ്രണ്ട് ആയിരുന്നോ അതോ ഗേൾ ഫ്രണ്ട് ആയിരുന്നോ? ആന്റി ഒന്ന് പോയേ. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എനിക്ക് ഒരു ബോയ് ഫ്രണ്ടേ ഉള്ളൂ, അത് വിശാല. വിശാൽ മാത്രം. പക്ഷേ പാർവതി അവനെ ഉടുമ്പ് പോലെ പിടിച്ചിരിക്കുന്ന സ്ഥിതിക്ക് നീ അവനെ മറക്കുന്നത് നല്ലതാന്നാ എനിക്ക് തോന്നുന്നത്. അവൾക്കിപ്പൊ നാടും വേണ്ട വീടും വേണ്ട, വിശാലിനെ മാത്രം മതി.
സുശീലാന്റി, അവൾക്കുള്ള ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായില്ല. അവള് അധികം വൈകാതെ യമലോകത്തേക്ക് പറക്കോന്ന്. അവളെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി കെട്ടിക്കുമെന്ന്. നീ എന്താ ജാസ്മിനി പറയുന്നേ? അവളെ കൊല്ലാനുള്ള പ്ലാനൊക്കെ റെഡിയാണ് സുശീലാന്റി. പാർവതിയെ തന്ത്രപൂർവം നമുക്ക് പൗർണമി ദേവി ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോണം. പൗർണമി ദേവി ക്ഷേത്രവും അത് കുറച്ച് ദൂരല്ലേ? നമുക്ക് കാറി പോവാം. അവളെ കൂട്ടേണ്ട ഉത്തരവാദിത്തം ആന്റിക്കാം. അത് ഞാൻ ഏറ്റു. അമ്പലക്കാരിയാവുമ്പോ അവള് വരച്ച വരയിലൂടെ ഇങ്ങ് പോരും. വിശാലിനെ അവള് കൂടെ കൂട്ടും. എന്നിട്ട് അവിടെ ചെന്നിട്ട് അത് സസ്പെൻസ്. ഈ ബുദ്ധിയുടെ അവകാശം ജാസ്മിന് മാത്രം. ഓ, അത്ര വലിയ ഡിമാൻഡ് ആണെങ്കിലേ നീ പറയണ്ട. എന്താ വിപിൻ സാറേ, എന്തായി ചെയ്യുന്നേ? പല്ലവി, നീ നിന്റെ കാര്യം നോക്കി പോയേ. ഞാൻ ഇത്തിരി തിരക്കില്ല. വർക്ക് ചെയ്യുന്ന കണ്ടില്ലേ? ഞാനിവിടെ ഇരുന്നോന്ന് കരുതി എന്താ കുഴപ്പം? ഞാൻ മിണ്ടാതെ ശല്യം ചെയ്യാതെ ഇവിടെ ഇരുന്നോളാം. വിപിൻ സാറ് സാറിന്റെ ജോലി ചെയ്തോ? നീ ഇവിടെ ഇരുന്ന് എന്റെ പണി നടക്കില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നല്ലേ ഉള്ളൂ. ഞാൻ ഇവിടെ ഇരിക്കുന്നോണ്ട് സാറിന്റെ പണി മുടങ്ങോ? എന്നാ അതൊന്നും അറിയണമല്ലോ. അയ്യോ, സാറിന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ ഇളകി കിടക്കുവാണല്ലോ. ഇനി വാ, ഞാൻ ശരിയാക്കി തരാം. ചേച്ചി എന്താടാ? നോക്കിയേ, ഈ പെണ്ണെന്തേ കാട്ടിക്കൂട്ടുന്നേ? ചേച്ചി വിശാലിന്റെ തലയിലായതുപോലെ അനിയത്തി അനിയനെ വീഴ്ത്താൻ നോക്കുവാണോ? ഈ പെണ്ണിങ്ങനെ തുടങ്ങിയ നമ്മുടെ വിപിൻ വഴിതെറ്റി പോവുകയുള്ളൂ. ഞാൻ പോയി 4 വർത്താനം പറഞ്ഞ് അവളെ ഇവിടുന്ന് അടിച്ചു ഓടിച്ചിട്ട് വരാം. ചേച്ചി വേണ്ട പ്രതാപ, ചേച്ചി വേണ്ട. എടാ, ഇത് നമുക്ക് ഏതുവരെ പോവെന്ന് നോക്കാം. നീ ഒന്ന് വെയിറ്റ് ചെയ്യ് പ്രതാപ. കൈയെടുക്ക്. ആര് വരുന്നുണ്ട്? അമ്മയാന്ന് തോന്നുന്നു. എടാ, മാറി നിൽക്കേ, വാ. നമ്മളെ കണ്ടല്ലേ കുഴപ്പവും. വിപിൻ സാറേ, സാർ എന്നെ പറ്റിച്ചതല്ലേ? ശരിയാക്കി തരാം. ചേച്ചിയുടെ ഉദ്ദേശം എന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചേച്ചിയെ പല്ലവി എന്തിനാ കയറൂരി വിട്ടിരിക്കുന്നേ? ചേച്ചി, ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം. ഇത് മുളയിലേ നുള്ളണം. ഇല്ലെങ്കിലേ ഇത് വലിയ മെനക്കേടാവേ. നമ്മുടെ ചെറുക്കന്റെ ഭാവി അവളുടെ കയ്യിലാവും. പിന്നീട് നിന്ന് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇതാ ഇപ്പൊ തന്നെ കണ്ടില്ലേ, മര്യാദക്കിരുന്ന് ജോലി ചെയ്ത അവനെ അവള് ഇളക്കി വിട്ടത്. പ്രതാപ, നമ്മൾ ഇപ്പൊ ആവേശം കാണിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അവള് വിപിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കട്ടെ എന്നാണ് ചേച്ചി പറയുന്നത്? എടാ, അവളുടെ പ്രായം അതല്ലേ. നമ്മൾ തടയിടാൻ നോക്കിയാലും അവൾ അവളുടെ ആ ലൈനിൽ തന്നെ തുടരും. അങ്ങനൊന്നുമില്ല. പറയേണ്ട രീതിയിൽ പറഞ്ഞ അവൾ പേടിച്ച് ഒതുങ്ങിക്കോളും. പിന്നീട് അവൾ അവന്റെ നിഴൽ വെട്ടത്ത് പോലും വരില്ല.
ചേച്ചിക്ക് അവളെ ശാസിച്ച് നിലയ്ക്ക് നിർത്താൻ പ്രയാസമാണെങ്കിൽ എന്നോട് പറ. ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്തോളാം. അവള് പിന്നീട് അനങ്ങില്ല. വിവിനെ കുറിച്ച് വെറുതെ പോലും അവള് ചിന്തിക്കില്ല. നീ ഒന്ന് ക്ഷമിക്ക് പ്രതാപ, ഞാനല്ലേ പറയുന്നേ. ചേച്ചി, പാർവതി വിശാലിന്റെ തലയിലായതുപോലെ അല്ല പല്ലവി വിപിന്റെ ചുമലിലാവുന്നത്. വിശാലുമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല. അവന്റെ ജീവിതത്തിൽ നമുക്കൊരു ഉത്തരവാദിത്വവും ഇല്ല. ഈ സ്വത്തുക്കളും ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസും നമ്മുടെ കൈവശം വന്നു ചേർന്ന പിന്നെ വിശാലിനെയും പാർവതിയും നമ്മളിവിടുന്ന് അടിച്ചിറക്കി വിടും. അതുപോലെയാണോ വിപിൻ? വിശാലും പാർവതിയും തെരുവിലായി കഴിഞ്ഞാൽ പിന്നെ വിപിനും വിനയിക്കുമാണ് ഈ സ്വത്തുക്കളെല്ലാം. അപ്പോ പല്ലവി വിപിന് ഒരു ബാധ്യതയായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവളെ ഈ രീതിയിൽ വളരാൻ വിട്ടാ അവൾ ഏത് വിധേനയും വിപിനെ വശീകരിച്ചെടുക്കും. ചേച്ചി പോലെ തന്നെ അനിയത്തിയും. അവളുടെ ലക്ഷ്യവും ഇവിടുത്തെ സ്വത്തുക്കളാ. ചേച്ചി നോക്കിക്കോ, നമ്മളിപ്പോ കണ്ണടച്ചു കൊടുത്താ നമ്മൾ പേടിക്കേണ്ടി വരുന്നത് പാർവതിയായിരിക്കില്ല, പല്ലവിയായിരിക്കും.